കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് നോക്കി നിർത്തിയ ഐഡിയൽ ഹീറ്റ് എഞ്ചിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഐഡിയൽ ഹീറ്റ് എഞ്ചിൻ കണ്ടീഷൻ എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഐഡിയൽ കണ്ടീഷൻ എന്ന് നമ്മൾ നോക്കിയിരുന്നു. ഐഡിയൽ ഹീറ്റ് എഞ്ചിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ കാർനോട്ട് എഞ്ചിനാണ്. ഓക്കെ, കാർനോട്ട് സൈക്കിൾ, കാർനോട്ട് എഞ്ചിൻ നമ്മൾ എന്ത് പറയുന്നത്, ഐഡിയൽ ഹീറ്റ് എഞ്ചിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഐഡിയൽ ഹീറ്റ് എഞ്ചിന്റെ എഫിഷ്യൻസി എപ്പോഴും എന്തായിരിക്കും, മാക്സിമം വാല്യൂ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഐഡിയൽ കണ്ടീഷൻ എന്നൊരു കണ്ടീഷൻ നമുക്ക് ശരിക്കും അച്ചീവ് ചെയ്യാൻ പറ്റില്ല. കാരണം ഐഡിയൽ എഞ്ചിന്റെ തന്നെ വർക്കിംഗ് സബ്സ്റ്റൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്, ഐഡിയൽ ഗ്യാസ് ആണ്. ഓക്കെ, നോർമലി ഐഡിയൽ ഗ്യാസ് എന്നൊരു കണ്ടീഷൻ മാത്രം ഒരു തിയററ്റിക്കൽ കൺസെപ്റ്റ് ആണ്. നമുക്ക് എന്തില്ല, പ്രാക്ടിക്കലി ഒരു ഐഡിയൽ കണ്ടീഷൻ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാറില്ല. ഓക്കെ, കാരണം തെർമോഡൈനാമിക്സിന്റെ സെക്കൻഡ് ലോ അനുസരിച്ച് എന്ത് ചെയ്യില്ല, ആ ഐഡിയൽ ബിഹേവിയർ ഇപ്പോൾ നമുക്ക് പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ്. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് മെയിൻലി ഇവിടെ അറിയേണ്ടത്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു വർക്കിംഗ് എഞ്ചിൻ അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ ഹീറ്റ് എഞ്ചിൻ നിർമ്മിക്കണമെങ്കിൽ നമുക്ക് അവിടെ എന്ത് വേണം, ഐഡിയൽ അല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ നോർമലി ഉള്ള ഒരു എഞ്ചിൻസ് ആയി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെട്രോൾ എഞ്ചിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഓട്ടോ സൈക്കിൾ അതുപോലെ തന്നെ പെട്രോൾ എഞ്ചിൻ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഒരു പെട്രോൾ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ആ ഒരു പെട്രോൾ സിലിണ്ടറിൽ നടക്കുന്നതിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു നോർമലി ഒരു പ്രാക്ടിക്കൽ ഹീറ്റ് എഞ്ചിൻ, ഇപ്പോൾ ഐഡിയൽ കണ്ടീഷൻ നമ്മൾ പറഞ്ഞു, അവിടെ നമുക്ക് ഒരു വർക്കിംഗ് സബ്സ്റ്റൻസ് ഉണ്ട്, അതുപോലെ തന്നെ സിങ്ക് ഉണ്ട്, സോഴ്സ് ഉണ്ട്, then സ്റ്റാൻഡ് ഉണ്ട്, ഒരു ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ്, ഹൈലി ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് ഉണ്ട്. അപ്പൊ ഇത്രയും കണ്ടീഷൻസ് നമ്മളോട് പറഞ്ഞിരുന്നു. അത് നോർമലി ഒരു ഐഡിയൽ ബിഹേവിയർ ഉള്ള ഒരു സ്റ്റാൻഡേർഡ് കൺസെപ്റ്റ് ആണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ പ്രാക്ടിക്കൽ ലെവലോട്ട് വരുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന എഞ്ചിൻസ് എന്ന് പറയുന്നത് നമുക്ക് രണ്ട് കണ്ടീഷൻസ് ആണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് അവിടെ വരുന്നത്. ഓക്കെ, അതായത് കാർനോട്ട് എഞ്ചിനിലെ ഐഡിയൽ റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ ആണ് കാർനോട്ട് എഞ്ചിൻ. അവിടെ മാക്സിമം എഫിഷ്യൻസി ഉണ്ട്. ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രാക്ടിക്കൽ ലൈഫിൽ അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രാക്ടിക്കൽ ലൈഫിൽ യൂസ് ചെയ്യുന്ന രണ്ട് എഞ്ചിൻസ് ആണ്. ഒന്നെന്ന് പറയുന്ന എക്സ്റ്റേണൽ ഹീറ്റ് എഞ്ചിൻ അല്ലെങ്കിൽ എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിൻ എന്ന് പറയും. ഓക്കെ, കമ്പഷൻ എഞ്ചിൻ. സെക്കൻഡ് കാറ്റഗറി ആണ്, ദാറ്റ് ഈസ് ദ ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ. ഓക്കെ, ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ. ഓക്കെ, അപ്പൊ എന്താണ് എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിൻ, എന്താണ് ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അപ്പോൾ എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിന്റെ ബെറ്റർ എക്സാമ്പിൾ എന്താണ്, ദാറ്റ് ഈസ് ദ സ്റ്റീം എഞ്ചിൻ ആണ്. ഓക്കെ, നമ്മുടെ ലോക്കോമോട്ടീവിലൊക്കെ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഷിപ്സിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള സ്റ്റീം എഞ്ചിൻ, ജെയിംസ് വാൾട്ട് കണ്ടുപിടിച്ച സ്റ്റീം എഞ്ചിൻ ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിന് ബെറ്റർ എക്സാമ്പിൾ. സ്റ്റിർലിൻ എഞ്ചിൻ എന്ന് പറഞ്ഞൊരു എഞ്ചിൻ ഉണ്ട്. അപ്പൊ അതും എന്താണ്, എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിന്റെ ഒരു എക്സാമ്പിൾ ആണ്. കാരണം അവിടെ എന്താണ് ചെയ്യുന്നത്, അവിടെ നമുക്ക് എക്സ്റ്റേണലി നമ്മൾ ഹീറ്റ് സപ്ലൈ ചെയ്യുന്നു. അതിനകത്തുള്ള ഒരു വർക്കിംഗ് സബ്സ്റ്റൻസ് വെച്ചാൽ വാട്ടർ ആയിരിക്കും, സ്റ്റീം ആയിരിക്കും വർക്കിംഗ് സബ്സ്റ്റൻസ്. ഈ സ്റ്റീം എന്ത് ചെയ്യും, അവിടുത്തെ പിസ്റ്റനെ മൂവ് ചെയ്ത് വർക്ക് ഡൺ ചെയ്യിപ്പിക്കും. ഓക്കെ, അതാണ് അവിടെ നടക്കുന്നത്. ഇനി ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ ആവുന്ന സമയത്ത് നോർമലി ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ എന്ന് പറയുന്നത് പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനുമാണ്. അപ്പൊ ഇതിനൊക്കെ അകത്ത് ശരിക്കും ഇത് ഒരു എഞ്ചിനകത്ത് തന്നെ എന്ത് ചെയ്യുന്നു, ബേണിംഗ് പ്രോസസ് നടക്കുകയാണ്. ഓക്കെ, നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ ഒരു പെട്രോൾ എഞ്ചിനിലോ ഡീസൽ എഞ്ചിനിലോ നമ്മൾ സിലിണ്ടേഴ്സ് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, കാറിലൊക്കെ നമുക്ക് 4 സിലിണ്ടർ, 4 സിലിണ്ടർ എഞ്ചിൻ, 2 സിലിണ്ടർ എഞ്ചിൻ, 1 സിലിണ്ടർ എഞ്ചിൻ, ഇങ്ങനെയൊക്കെ നമ്മൾ സിലിണ്ടർ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ശരിക്കും ഈ സിലിണ്ടർ എന്ന് പറയുന്ന ഒരു പിസ്റ്റൺ അറേഞ്ച്മെന്റ് വരുന്ന സിലിണ്ടർ ആണ് സിലിണ്ടർ എന്നുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്, എഞ്ചിൻസിന്റെ സിലിണ്ടർ എന്ന് പറയുന്നത്. അപ്പൊ എത്രത്തോളം സിലിണ്ടേഴ്സ് കൂടും അത്രത്തോളം നമുക്ക് ഫോഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടിന്യൂസ്ലി മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പൊ ഈ ഒരു സിലിണ്ടറിന്റെ അകത്ത് ബേണിംഗ് നടന്നു കഴിഞ്ഞാൽ അതിനെയാണ് എന്ത് പറയുന്നത്, ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെഫിനിഷൻസ് വഴി നോക്കി കഴിഞ്ഞാൽ എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിൻ ഇൻ ദിസ് ദ ബേണിംഗ് ഓഫ് ദ ഫ്യൂവൽ ടേക്ക് പ്ലേസ് ഔട്ട്സൈഡ് ദ എഞ്ചിൻ. ദീസ് ആർ കോൾഡ് സ്റ്റീം എഞ്ചിൻസ്. അല്ലെങ്കിൽ എക്സാമ്പിൾസ് എന്താണ്, സ്റ്റീം എഞ്ചിൻ കോൾഡ് എന്നല്ല, ദീസ് ആർ ദ എക്സാമ്പിൾസ് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റീം എഞ്ചിൻ ആണ് അതിന്റെ ബെറ്റർ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി വരുന്ന ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ, ഇൻ ദിസ് ബേണിംഗ് ഓഫ് ദ ഫ്യൂവൽ ടേക്ക് പ്ലേസ് ഇൻസൈഡ് ദ എഞ്ചിൻ. ഓക്കെ, എഞ്ചിന്റെ അകത്ത് തന്നെ ബേണിംഗ് ടെസ്റ്റ് നടക്കുന്നതിന് നമ്മൾ എന്ത് പറയുന്നത്, ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ എന്ന് പറയുന്ന എക്സാമ്പിൾ പെട്രോൾ എഞ്ചിൻ, ഡീസൽ എഞ്ചിൻ ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ്. പ്രാക്ടിക്കൽ എഞ്ചിൻസ് നമ്മൾ രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് വൺ ഈസ് എക്സ്റ്റേണൽ ആൻഡ് അതർ ഈസ് ഇന്റേണൽ. നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് we have to discuss about the petrol engine. Okay, auto cycle. Petrol engine. Okay, അപ്പോൾ പെട്രോൾ എഞ്ചിൻ എന്ന് പറയുന്ന ഒരു പ്രാക്ടിക്കൽ എഞ്ചിൻ ആണ്. ഐഡിയൽ കണ്ടീഷൻ കാണത്തില്ല. ഇത് അതിൻ്റെതായ എഫിഷ്യൻസി മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഒരു പെട്രോൾ എഞ്ചിന് വരുന്നുള്ളൂ. അപ്പോൾ പെട്രോൾ എഞ്ചിനിൽ വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് പറയുന്ന എയർ ആണ്. പെട്രോൾ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ചോദിക്കാം, വിച്ച് മെറ്റീരിയൽസ് യൂസ്ഡ് ആസ് ദ വർക്കിംഗ് സബ്സ്റ്റൻസ് ഓൺ ആൻ പെട്രോൾ എഞ്ചിൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ പെട്രോൾ എന്ന് എഴുതല്ല, പെട്രോൾ എഞ്ചിനിൽ വരുന്ന എന്താണ്, ആ പെട്രോൾ എഞ്ചിനിലെ ഫ്യൂവൽ ആണ് പെട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, പെട്രോൾ എഞ്ചിന്റെ കേസിൽ ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യുന്ന പെട്രോൾ ആയിരിക്കും. ദെൻ അവിടുത്തെ വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്, ഓക്കെ, വർക്കിംഗ് സബ്സ്റ്റൻസ് അവിടെ എന്താണ്, എയർ ആണ്. ഓക്കെ, എയർ മീഡിയം എന്ത് ചെയ്യുന്നത്, അവിടെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ എന്തൊക്കെയാണ് ഇവിടുത്തെ കമ്പോണൻസ് നോക്കാം. അപ്പൊ ഇതിൽ മെയിൻലി വരുന്ന ഒരു സിലിണ്ടർ ഉണ്ടാവും. ഓക്കെ, ബേസിക്കലി ഇവിടെ ഒരു സിലിണ്ടർ വരുന്നുണ്ട്, ഒരു സിലിണ്ടർ അറേഞ്ച്മെന്റ് വരുന്നുണ്ട്.
സിലിണ്ടറിൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഒരു പിസ്റ്റൺ, ഒരു എയർ ടൈറ്റ് പിസ്റ്റൺ കൂടി നമ്മൾ അവിടെ കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഇത് അവിടുത്തെ ഒരു പിസ്റ്റൺ ആണ്. പിസ്റ്റൺ ഇതൊരു ഷാഫ്റ്റ് വരുമല്ലോ, ഈ ഷാഫ്റ്റ് നമ്മൾ ഇവിടെ ഒരു ക്രാങ്ക് ഷാഫ്റ്റ് കണക്ട് ചെയ്യും, റൊട്ടേറ്റിംഗ് ബോഡി നമ്മൾ കണക്ട് ചെയ്യും. ഓക്കെ, പിന്നെ ഇതിൽ വരുന്നൊരു സ്പാർക്ക് പ്ലഗ് വേണം. ഓക്കെ, ഒരു സ്പാർക്ക് പ്ലഗ് നമുക്കവിടെ സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യണം. എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യണം, എന്ത് ചെയ്യണം, നമ്മളവിടെ സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയാണ് സ്പാർക്ക് പ്ലഗ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു ഇൻടേക്ക് വാൾവ് ഉണ്ടാവും, അതുപോലെ തന്നെ അവിടെ നിന്നൊരു ഔട്ടേക്ക് വാൾവ് എന്ത് ചെയ്യും, അവിടെ കണക്ട് ചെയ്തിരിക്കും. ഓക്കെ, അപ്പൊ എഞ്ചിനിലോട്ട് പെട്രോൾ എത്താൻ വേണ്ടി ഒരു ഇൻടേക്ക് വാൾവും അവിടെ നിന്ന് ഉണ്ടാവുന്ന ബാക്കി റെസിഡ്യൂസ് ഉണ്ടാവുമല്ലോ, അപ്പൊ അതിനെ പുറത്തോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എന്ത് ചെയ്യും, അവിടെ ഒരു ഔട്ടേക്ക് വാൾവും ഉണ്ടായിരിക്കും. അപ്പോൾ ഐ എന്ന് പറയുന്ന അവിടുത്തെ ഇൻടേക്ക് വാൾവും ആൻഡ് ഒ എന്ന് പറയുന്ന അവിടുത്തെ ഔട്ടേക്ക് വാൾവ് ആണ്. എസ് എന്ന് പറയുന്നത് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ഒരു സ്പാർക്ക് പ്ലഗ് ആയിരിക്കും. അപ്പോൾ സ്പാർക്ക് പ്ലഗ് നമ്മുടെ എഞ്ചിനിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ബാറ്ററിയായിട്ട് കണക്ട് ചെയ്തിരിക്കും. ബാറ്ററിയിൽ നിന്ന് ഹൈ എനർജി എന്ത് ചെയ്യും, ഇതിലോട്ട് സപ്ലൈ ആവുകയും അത് തന്നെ കമ്പഷൻ വേണ്ടി സഹായിക്കുകയും ചെയ്യും. ഓക്കെ, അതാണ് അവിടെ സ്പാർക്ക് പ്ലഗിന്റെ യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിലിണ്ടറിനെ എന്ത് ചെയ്യുന്നുണ്ട്, സിലിണ്ടറിനെ നമ്മൾ സാധാരണ ഒരു ഔട്ടർ ജാക്കറ്റ് അല്ലെങ്കിൽ ഒരു ജാക്കറ്റ് പോലെ എന്ത് ചെയ്യും, സിലിണ്ടറിൽ കോൾഡ് വാട്ടർ കൊണ്ട് എന്ത് ചെയ്യും, കവർ ചെയ്തിരിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യാറുണ്ട്, അത് നോർമലി നമ്മളൊരു എഞ്ചിന്റെ കേസിൽ പറയുന്നതാണ് ഈ കോൾഡ് വാട്ടർ കൊണ്ട് കണ്ടിന്യൂസ്ലി സർക്കുലേറ്റ് ചെയ്യിപ്പിക്കും എന്ന് പറയുന്നത്. സാധാരണ അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. ഇല്ലെങ്കിൽ എയർ വെന്റിലേഷൻ കൊടുത്തു തന്നെ തണുപ്പിക്കാൻ നമ്മൾ റേഡിയേറ്റേഴ്സ് എന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ റേഡിയേറ്ററിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്, അവിടെ ഈ ഒരു എഞ്ചിനെ കൂൾ ഡൗൺ ചെയ്യുക. അതാണ് അവിടുത്തെ റേഡിയേറ്ററിന്റെ മെയിൻ ജോബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മളൊരു പെട്രോൾ എഞ്ചിൻ അല്ലെങ്കിൽ ഓട്ടോ സൈക്കിൾ വർക്ക് ചെയ്യുന്ന പെട്രോൾ എഞ്ചിന്റെ മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ വർക്കിംഗ്സ് നോക്കാം. അപ്പോൾ വർക്കിംഗിൽ ഒരു 4 സ്ട്രോക്ക് എഞ്ചിൻ ആണ്. ഓക്കെ, പെട്രോൾ എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു 4 സ്ട്രോക്ക് എഞ്ചിൻ ആണ്. കാരണം ഇവിടെ 4 ഡിഫറെന്റ് സ്ട്രോക്ക് ഉണ്ട്, 4 ഡിഫറെന്റ് പാർട്സ് ആണ്, വർക്കിംഗ് പാർട്സ് ആണ് എന്ത് ചെയ്യുന്നത് ഇതിനകത്ത്, പാർട്സ് കണ്ടീഷൻ. ഓക്കെ, സ്റ്റെപ്സ് ആണ് മെയിൻലി ഇതിനകത്ത് എന്ത് ചെയ്യുന്നത്, ഇൻവോൾവ് ചെയ്യുന്നത്. Okay, this is a 4-stroke engine. It is so called because the fuel is supplied once and the combustion is complete in 4 different motions of the piston. അതായത് ഒരു തവണ ഈ പിസ്റ്റണിലോട്ട്, ഓക്കെ, ഇപ്പൊ നമ്മൾ ഒരു പിസ്റ്റൺ ഇരിക്കുമല്ലേ, ഈ പിസ്റ്റണിലോട്ട് ഞാൻ എന്ത് ചെയ്തു, ആ ഇൻടേക്ക് വാൾവ് അടിക്കുന്നതിനകത്ത് ഫ്യൂൽ നിറച്ചു. ഓക്കെ, ആദ്യം ഫ്യൂൽ നിറച്ചു, ബാക്കി ഇതിനകത്ത് എയർ സപ്ലൈ ഉണ്ടായിരിക്കും. ഓക്കെ, എയർ ഉണ്ടാവും. അപ്പൊ ഇതിനകത്ത് നമ്മൾ പിസ്റ്റണിൽ ഇങ്ങനെ താഴ്ത്തി, ഞാൻ പറഞ്ഞില്ല എങ്ങനെ വർക്ക് ചെയ്യുന്നതിനെ കുറിച്ചിട്ട്. അപ്പൊ അതിനകത്ത് ഒരു പ്രാവശ്യം ഫ്യൂൽ നിറച്ചു കഴിഞ്ഞാൽ ഈ പിസ്റ്റന്റെ 4 മൂവ്മെന്റ് അല്ലെങ്കിൽ 4 സ്ട്രോക്ക് 4 മോഷൻ വഴിയാണ് എന്ത് ചെയ്യുന്നത്, ഇതിനകത്ത് ശരിക്കും വർക്ക് ഡൺ നടക്കുന്നത്. ഓക്കെ, അപ്പൊ അത് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് വെച്ചിട്ട് നമുക്ക് അവിടെ അതിന്റെ വർക്കിംഗ് എന്ത് ചെയ്യാം, നമുക്ക് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അറിഞ്ഞിരിക്കേണ്ട എന്താണ്, ഒരു തവണ നമ്മൾ ഫ്യൂൽ നിറയ്ക്കുന്നു, അതിനുശേഷം പിസ്റ്റൺ 4 ഡിഫറെന്റ് മോഷൻ അവിടെ എക്സിക്യൂട്ട് ചെയ്യും. പിസ്റ്റൺ അപ്പ് ഡൗൺ മോഷൻ അവിടെ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ആ ഒരു വർക്ക് ഡൺ എന്ന് പറയുന്നത്, ആ ഒരു കണ്ടീഷൻസ് നമ്മൾ 4 സ്ട്രോക്ക് എഞ്ചിൻസ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ, ബൈക്കിൻസിന്റെ എഞ്ചിൻ നോക്കിക്കഴിഞ്ഞാൽ ബൈക്കിന്റെ എഞ്ചിൻ നോക്കുന്ന സമയത്ത് 4 സ്ട്രോക്ക് എഞ്ചിൻ കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, 1 സിലിണ്ടർ 4 സ്ട്രോക്ക് എഞ്ചിൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അതാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ 4 സ്ട്രോക്ക് എന്നുള്ളത് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു പ്രാവശ്യം അതിനകത്ത് ഫ്യൂൽ നിറയ്ക്കുന്നു, അതിനുശേഷം 4 ഡിഫറെന്റ് പൊസിഷൻ അല്ലെങ്കിൽ 4 കണ്ടീഷനിൽ എന്ത് ചെയ്യുന്നു, ആ പിസ്റ്റൺ അവിടെ മൂവ് ചെയ്യും. അതിനാണ് നമുക്ക് 4 സ്ട്രോക്ക് എഞ്ചിൻ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ പറയാൻ പറ്റും. അപ്പൊ നമുക്ക് ഇനി ഇതില് 4 സ്ട്രോക്ക് എന്താണ് നമുക്ക് അവിടെ നോക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടെ എടുത്തിരിക്കുന്നതിൽ ഒരു പെട്രോൾ എഞ്ചിന്റെ പിസ്റ്റൺ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ 4 ഡിഫറെന്റ് സ്ട്രോക്ക് ഞാൻ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. ഓക്കെ, 4 ഡിഫറെന്റ് കണ്ടീഷൻസ്. അപ്പോൾ ഇതാണ് 4 ഡിഫറെന്റ് കണ്ടീഷൻസ് എന്ന് പറയുന്നത്. നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ സ്ട്രോക്കിനെ പറയുന്നതാണ് ചാർജിങ് സ്ട്രോക്ക് എന്ന് പറയും. ഒന്നാമത്തെ സ്ട്രോക്കിനെ പറയുന്നതാണ് ദാറ്റ് ഈസ് ദ ചാർജിങ് സ്ട്രോക്ക്. ചാർജിങ് സ്ട്രോക്ക് ഒന്നുകിൽ ചാർജിങ് സ്ട്രോക്ക് എന്ന് പറയാം, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ അടുത്തൊരു പേരാണ് ഇൻടേക്ക് സ്ട്രോക്ക് എന്നും പറയും. ഓക്കെ, ഇൻടേക്ക് സ്ട്രോക്ക്. ഇത് ഇൻടേക്ക് സ്ട്രോക്ക് എന്ന് പറയാൻ കാരണം ഈ ഒരു സ്ട്രോക്കിൽ ഈ ഒരു പൊസിഷനിൽ ഈ ഒരു ടൈമിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളവിടെ പെട്രോളിനെയും അതുപോലെ തന്നെ എയറിനെ എന്ത് ചെയ്യുന്നത്, ഇതിനകത്തോട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ കണ്ടീഷൻ ആണ് ദാറ്റ് ഈസ് കോൾഡ് ഇൻടേക്ക് സ്ട്രോക്ക് അല്ലെങ്കിൽ ചാർജിങ് സ്ട്രോക്ക് എന്ന് പറയാം. അപ്പൊ ഈ ഒരു സ്ട്രോക്ക് നടക്കുന്ന സമയത്ത് നമ്മുടെ പിസ്റ്റൺ നേരെ താഴെ മൂവ് ചെയ്യും. ഇപ്പൊ ഇതൊരു ക്രാങ്ക് ഷാഫ്റ്റ് ആണ്, ഈ ക്രാങ്ക് ഷാഫ്റ്റ് മൂവ് ചെയ്ത് എന്ത് ചെയ്യാറുണ്ട്, ആ പിസ്റ്റനെ മാക്സിമം താഴോട്ട് വെച്ചിരിക്കും. കണ്ടോ, പിസ്റ്റൺ എന്ത് ചെയ്തു, താഴോട്ട് മൂവ് ചെയ്തു. അപ്പൊ ഈ താഴോട്ട് പിസ്റ്റൺ മൂവ് ചെയ്തിട്ട് ഇതുവഴി എന്ത് ചെയ്യും, ഈ ഇൻടേക്ക് വാൾവ് ഇങ്ങനെ താഴോട്ട് നോക്കും. ഇതൊരു വാൾവ് ആണ്, ഇങ്ങനെ മുകളിലേക്ക് അടങ്ങിയിരിക്കും, താഴോട്ട് പ്രസ് ചെയ്ത് ഓപ്പൺ ആയിട്ട് വരും. അപ്പൊ നേരെ എന്ത് ചെയ്യുന്നു, ഈ പിസ്റ്റൺ ഇവിടുത്തെ ഒരു വാൾവ് താഴുന്നു, ഇതിനകത്തോട്ട് എന്ത് ചെയ്യണം, ആ പെട്രോൾ വേപ്പർ, ഓക്കെ, വരുന്ന കോമ്പൗണ്ട്സ് എന്തൊക്കെ നോക്കുക, പെട്രോൾ വേപ്പറും ഇതിനകത്ത് എൻ്റർ ചെയ്യുന്നു, അതേസമയം തന്നെ എന്ത് ചെയ്യുന്നു, എയറും കൂടി എന്ത് ചെയ്യാണ്, ഇവിടെ എൻ്റർ ചെയ്യണം. മിക്സ്ചർ ഓഫ് പെട്രോൾ വേപ്പർ ആൻഡ് എയർ അറ്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ.
ഓക്കെ, നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ ഇരിക്കുന്ന പെട്രോൾ വേപ്പറും എയറും എന്ത് ചെയ്തു, ഇതിനകത്തോട്ട് എൻട്രി ചെയ്തു. ഓക്കെ, ഇൻലെറ്റ് ഐ, ഇതാണ് ഇൻടേക്ക് വാൽവ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻടേക്ക് വാൽവ് വഴി ഇതിനകത്ത് കയറുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു പിസ്റ്റൺ താഴോട്ട് മൂവ് ചെയ്ത് കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിനകത്തോട്ട് എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മളിതൊരു ഇൻഡിക്കേറ്റർ ഡയഗ്രാം വെച്ച് റെപ്രസെന്റ് ചെയ്താൽ, ഓക്കെ, നമുക്ക് ഒരു ഇൻഡിക്കേറ്റർ ഡയഗ്രാം വരച്ചതിന് ശേഷം നമുക്ക് ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇൻഡിക്കേറ്റർ ഡയഗ്രാം എങ്ങനെ വരയ്ക്കുന്നത്, ആ പ്രഷർ വോളിയം വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻഡിക്കേറ്റർ ഡയഗ്രാം വരയ്ക്കുന്നത്. ഓക്കെ, ഇൻഡിക്കേറ്റർ ഡയഗ്രാം വരയ്ക്കാനായിട്ട് ഈ ഒരു ആക്സിസിൽ പ്രഷറും ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, വോളിയം എടുക്കുന്നുണ്ട്. ആൻഡ് ദെൻ ഇവിടെ ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിൽ എങ്ങനെയാണ് ഇൻഡിക്കേറ്റർ ഡയഗ്രാം വരുന്നത്, ഈ ഒരു ഷേപ്പിലായിരിക്കും. ഇവിടുത്തെ ടെമ്പറേച്ചർ T1, നെക്സ്റ്റ് ഇവിടെ നമുക്ക് വരുന്നത്, സോറി ഇത് T3 ആണ്, T3, T2, T1, then T4, ഇത് EA, EA, P, C, D. ഓക്കെ, അപ്പൊ ഇതിങ്ങനെയാണ് വരയ്ക്കേണ്ടത് കേട്ടോ. ഇതിവിടെ ഇങ്ങനെ ഇ ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന എയിലോട്ട് പോകുന്നു, അടുത്ത എയിൽ നിന്ന് ബി, സി, ഡി ഇങ്ങോട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതവിടെ വരുന്നത്. ഓക്കെ, ബി, സി, ഡി തിരിച്ച് എയിൽ തന്നെ എത്തും. ഇതാണ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇൻഡിക്കേറ്റർ ഡയഗ്രാം ഇതാണ്, ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ കണ്ടീഷനിൽ നേരെ പിസ്റ്റൺ എന്ത് ചെയ്തു, താഴോട്ട് മൂവ് ചെയ്തു. ഓക്കെ, പിസ്റ്റൺ നേരെ താഴോട്ട് മൂവ് ചെയ്തു. മൂവ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് എയറിന്റെയും അതുപോലെ തന്നെ പെട്രോൾ വേപ്പറിന്റെയും മിക്സ്ചർ ഇതിനകത്തോട്ട് എൻട്രി ചെയ്തു. അപ്പൊ ഇത് എൻട്രി ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്ക് ഒന്നാമത്തെ സ്ട്രോക്ക് കംപ്ലീറ്റ് ആവുകയാണ്. ഓക്കെ, ചാർജിങ് സ്ട്രോക്ക് അവിടെ കംപ്ലീറ്റ് ആവും. ഇനി അടുത്ത കണ്ടീഷൻ വെച്ചാൽ നമ്മൾ അടുത്ത സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് അബൌട്ട് ദ കംപ്രഷൻ സ്ട്രോക്ക്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നതാണ് കംപ്രഷൻ സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, കംപ്രഷൻ സ്ട്രോക്ക്. അപ്പോൾ കംപ്രഷൻ സ്ട്രോക്ക് ആവുന്ന സമയത്ത് നമ്മുടെ ഇൻലെറ്റ് വാൾവ് എന്ത് ചെയ്യും, ക്ലോസ് ആവും. ഓക്കെ, ഇതല്ല ഇൻലെറ്റ് വാൾവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻലെറ്റ് വാൾവ്, ഈ വാൾവ് എന്ത് ചെയ്യും, അവിടെ ക്ലോസ് ആവും. അതുപോലെ തന്നെ ഔട്ട്ലെറ്റ് വാൾവ് എന്തായിരിക്കും, ക്ലോസ് ആവും. അപ്പൊ ഇത് രണ്ടും ആ ഒരു സമയത്ത് എന്താണ്, രണ്ടും അവിടെ ക്ലോസ്ഡ് ടൈപ്പ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രത്യേകിച്ച് എന്ത് ചെയ്യില്ല, ഇതിനകത്ത് കയറിയ എയറോ പെട്രോൾ വേപ്പറോ അവിടെ നിന്ന് എന്ത് ചെയ്യില്ല, ഔട്ടിലോട്ട് റീ എൻട്രി പുറത്തോട്ട് എക്സിറ്റ് ചെയ്ത് പോകുന്നില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് നേരെ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ നമ്മൾ ഈ ക്രാങ്ക് ഷാഫ്റ്റ് മൂവ് ചെയ്തിട്ട് ഈ പിസ്റ്റൺ നേരെ ഒന്ന് റൈസ് ചെയ്യും. മനസ്സിലായോ? അപ്പൊ ഒന്നാമത്തെ കണ്ടീഷൻ നമ്മൾ ഇയിൽ നിന്ന് എയിലോട്ട് പോയി. ഓക്കെ, ഈ ഒരു പോയിന്റിലാണ് ഇപ്പൊ നിൽക്കുന്നത് നമ്മളെ ഒരു പിസ്റ്റൺ. അടുത്ത രണ്ടാമത്തെ കണ്ടീഷൻ ആയ സമയത്ത് നമ്മൾ നേരെ എന്ത് ചെയ്തു, ഈ ഒരു പതുക്കെ അല്ലെങ്കിൽ അഡയബാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ദിസ് ഇസ് സ്ലോ പ്രോസസ് ആൻഡ് ദ മിക്സ്ചർ ഈസ് കംപ്രസ്ഡ് അഡയബാറ്റിക്കലി ടു എ ഹയർ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. ഇവിടെ നോക്കുക, ഇവിടെ T1 ടെമ്പറേച്ചർ ആയിരുന്നു, നേരെ എന്ത് ചെയ്തു, ആ എയിൽ നിന്ന് ബിയിലോട്ട് പോകുന്നതനുസരിച്ച് ടെമ്പറേച്ചർ T2 ആയി, അതുപോലെ തന്നെ പ്രഷറും പതിയെ എന്ത് ചെയ്തു, റൈസ് ചെയ്തു. ഓക്കെ, പ്രഷർ പതുക്കെ നമ്മൾ റൈസ് ചെയ്യുന്നത്. ഓക്കെ, സ്ലോ പ്രോസർ, പെട്ടെന്ന് റൈസ് ചെയ്യുമ്പോൾ സ്റ്റീപ്പ് ആയിട്ട് വരയ്ക്ക് വരും. എന്താണ്, സ്ലോലി എന്ത് ചെയ്തു, റൈസ് ചെയ്തു. അപ്പോൾ ഓളിയും കുറയുന്നു, പ്രഷർ എന്ത് ചെയ്തു, അവിടെ ഇൻക്രീസ് ചെയ്തു. ഇവിടുത്തെ പ്രഷർ എന്തായിട്ട് മാറി, P2 ആയിട്ട് മാറി. ഇവിടുത്തെ പ്രഷർ നേരത്തെ P1 ആയിരുന്നു, P1 നിന്ന് P2 പ്രഷർ എന്ത് ചെയ്തു, ചേഞ്ച് ചെയ്തു. ഓക്കെ, പ്രഷർ അവിടെ ഇപ്പോൾ കൂടി. മനസ്സിലായോ, പ്രഷർ കൂടി. അപ്പൊ ഈ രണ്ട് വാൾവും ക്ലോസ്ഡ് ആണ്, രണ്ടും ഇരിക്കുവാണ്. നമ്മൾ ക്രാങ്ക് ഷാഫ്റ്റ് മൂവ് ചെയ്ത് പിസ്റ്റൺ റൈസ് ചെയ്ത് ഇതിനകത്തുള്ള ആ ഒരു മിക്സ്ചർ എന്ത് ചെയ്തു, അവിടെ നമ്മൾ കംപ്രഷൻ സ്റ്റേറ്റിലാണ് വെച്ചിരിക്കുന്നത് ബൈ ദ പ്രോസസ് ഓഫ് അഡയബാറ്റിക് പ്രോസസ്. ഓക്കെ, അഡയബാറ്റിക് പ്രോസസ് വെച്ച് കംപ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അറ്റ് ബി എന്ന് പറയുന്ന പ്രഷർ അവിടെ P2 ആയിരിക്കും. ഓക്കെ, ബി എന്ന റീജിയനിൽ പ്രഷർ എന്തായിരിക്കും, ദാറ്റ് വിൽ ബി P2. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റും ആയിട്ടുണ്ട്. രണ്ടാമത്തെ സ്റ്റേറ്റ് കംപ്രഷൻ സ്റ്റേറ്റ് ആണ്. കംപ്രഷൻ സ്റ്റേറ്റ് നമുക്ക് അവിടെ കംപ്ലീറ്റ് ആയി. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്, ഓക്കെ, തേർഡ് സ്റ്റേറ്റ് എന്താണ്, ദാറ്റ് ഈസ് കോൾഡ്, ഒന്നുകിൽ അതിന് പവർ സ്ട്രോക്ക് എന്ന് പറയാം, ഇല്ലെങ്കിൽ ബിസിനസ് സ്ട്രോക്ക് എന്ന് പറയും, ഇല്ലെങ്കിൽ വർക്കിംഗ് സ്ട്രോക്ക് എന്ന് പറയും. ഓക്കെ, മൂന്ന് പേരിൽ തന്നെ അറിയപ്പെടാറുണ്ട്. ഓക്കെ, ഞാൻ ഇവിടെ പവർ സ്ട്രോക്ക് എന്ന് എഴുതുവാണ്. ഓക്കെ, പവർ സ്ട്രോക്ക്. ഓക്കെ, അപ്പൊ എന്താണ് മൂന്ന് പേരുകൾ, ഒന്ന് പവർ സ്ട്രോക്ക്, മറ്റൊന്ന് ബിസിനസ് സ്ട്രോക്ക്, അല്ലെങ്കിൽ വർക്കിംഗ് സ്ട്രോക്ക്. ശരിക്കും ഈ ഒരു സ്ട്രോക്കിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സെക്ഷനിലാണ് ഇവിടെ വർക്ക് ഡൺ നടക്കുന്നത്. ഓക്കെ, നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റ് മൂവ് ചെയ്തു പിസ്റ്റൺ നമ്മൾ കംപ്രഷൻ സ്റ്റേറ്റ് വെച്ചിട്ടുണ്ട്. ഇൻലെറ്റ് വാൽവും ഔട്ട്ലെറ്റ് വാൽവും എന്താണ്, ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. ഇനി എന്ത് ചെയ്യും, ഈ ഒരു വർക്കിംഗ് സ്ട്രോക്ക് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പവർ സ്ട്രോക്ക് നടക്കുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യാറുണ്ട്, നമ്മളിവിടെ സ്പാർക്ക് പ്ലഗ് എന്ത് ചെയ്യും, അവിടെ ഓൺ ചെയ്യും. ഓക്കെ, സ്പാർക്ക് പ്ലഗിൽ നമ്മൾ അവിടെ കണക്ഷൻ കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ അതിനെ സപ്ലൈ ഓൺ ചെയ്യും. അപ്പോൾ ഇത് ഓൺ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് എന്ത് ചെയ്യാറുണ്ട്, വിച്ച് വിൽ ഇഗ്നേറ്റ് ദ കംപ്രസ്ഡ് മിക്സ്ചർ ഓഫ് എയർ ആൻഡ് പെട്രോൾ. ഓക്കെ, ഇതിനകത്തിരിക്കുന്ന ആ ഒരു എയർ പെട്രോൾ മിക്സ്ചർ, ഓക്കെ, പെട്രോൾ വേപ്പറും എയറും കൂടി ഇരിക്കുവാണ്. അപ്പോൾ ഇതൊരു കംപ്രഷൻ സ്റ്റേറ്റ് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയും കംപ്രഷൻ സ്റ്റേറ്റ് ഇരിക്കുന്ന സമയത്ത് നമ്മളൊരു ചെറിയൊരു സ്പാർക്ക് കൊടുക്കുന്നു. ഓക്കെ,
അപ്പൊ ഈ സ്പാർക്ക് കൂടി കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, നല്ലൊരു ഇഗ്നിഷൻ നടക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, അതവിടെ കമ്പഷൻ നടക്കും. കമ്പഷൻ നടന്ന് ഏകദേശം ഒരു ടെമ്പറേച്ചർ ട്രെമൻഡസ് പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു T1 T2 നിന്ന്, ഓക്കെ, ഇതാണ് T2 ടെമ്പറേച്ചർ. ഈ T2 നിന്നും നേരെ എന്തിലോട്ട് റൈസ് ചെയ്യുന്നു, ആ T2 നിന്നും നേരെ അത് T3 റൈസ് ചെയ്യുന്നു. കണ്ടോ, ഇതാണ് T3 ടെമ്പറേച്ചർ. അപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ വന്ന സമയത്ത് ഇത് കംപ്രഷൻ സ്റ്റേറ്റ് ഇരിക്കുമായിരുന്നു. കംപ്രഷൻ സ്റ്റേറ്റ് ഇരുന്നതിനാണ് ഞാൻ എന്ത് ചെയ്തത്, ആ കംപ്രഷൻ സ്റ്റേറ്റിൽ ഇത് ഇങ്ങനെ കംപ്രസ് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഞാൻ ഇവിടെ സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്തു. സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇത് കത്തും, ഓക്കെ, പെട്ടെന്ന് തന്നെ ബേൺ ആവും, കമ്പഷൻ നടക്കും. കമ്പഷൻ കാരണം നമ്മളവിടെ എന്തുണ്ട്, ആ ഫ്യൂലും ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. നമ്മൾ എയർ അല്ലേ, അറ്റ്മോസ്ഫിയർ എയർ ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഫ്യൂലും ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ ഇത് ബേൺ ചെയ്യും. ബേൺ ചെയ്ത ടെമ്പറേച്ചർ പെട്ടെന്ന് എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. കണ്ടോ, അതാണ് ഈ ഒരു ലൈൻ കാണിക്കുന്നത്. പെട്ടെന്ന് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് T2 നിന്ന് T3 എന്ത് ചെയ്തു, അതവിടെ റൈസ് ചെയ്തു. അവിടെ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ ഏകദേശം 2000 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, ദ റേഞ്ച് ഓഫ് 2000 ഡിഗ്രി സെൽഷ്യസ്. അതിന്റെ അവിടുത്തെ പ്രഷർ, അപ്പൊ ഇത് അത്രയും ബേൺ ചെയ്യുന്ന സമയത്ത് പ്രഷർ അവിടെ എന്ത് ചെയ്യും, പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യും. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന പ്രഷർ അവിടെ ഇൻക്രീസ് ചെയ്യും. പ്രഷർ ഏകദേശം 15 atm പ്രഷർ ആണ് എന്ത് ചെയ്യുന്നത്, അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ ഒരു റീജിയൻ ആണ് BC എന്ന റീജിയൻ. അപ്പൊ BC സഡൻ പ്രോസസ് ആണ്, പെട്ടെന്ന് അവിടെ ബേണിംഗ് നടക്കുന്നു. ബേണിംഗ് നടക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യാറുണ്ട്, പെട്ടെന്ന് തന്നെ ആ ഒരു പിസ്റ്റൺ നേരെ താഴോട്ട് മൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ചാർജ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ പിസ്റ്റൺ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും, ഈ ഒരു ബേണിംഗ് നടന്ന് ഇവിടെ എക്സ്പാൻഷൻ നടന്ന് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാറുണ്ട്, ഇത് താഴോട്ട് മൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഡ്യൂറിംഗ് ദിസ് പ്രോസസ് the heat process Q1 due to the large pressure in the piston it is pulled down. Okay, അപ്പോൾ എന്ത് ചെയ്യും, പിസ്റ്റൺ പെട്ടെന്ന് താഴോട്ടാവും. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കിവിടെ ഒരു വർക്ക് ഡൺ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ വോളിയം എന്ത് ചെയ്യുന്നു, ആ വോളിയം അവിടെ which will increase from V2 to V1. ഓക്കെ, വോളിയം ഇപ്പൊ ഇവിടെ ഇല്ല ഇരുന്നത്. അപ്പോൾ വോളിയം പെട്ടെന്ന് എന്ത് ചെയ്യും, ഇവിടെ നിന്ന് വർക്ക് ഡൺ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ടെമ്പറേച്ചർ കുറഞ്ഞു വരും. വോളിയം എന്ത് ചെയ്യും, ആ V1 ൽ നിന്നും V2 എന്ത് ചെയ്യും, അവിടെ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, വോളിയം V1 നിന്നും V2 ൽ നിന്നും V1 എന്ത് ചെയ്യും, which will increase from V2 to V1. ടെമ്പറേച്ചർ T3 ൽ നിന്നും T4 എന്ത് ചെയ്യും, സ്ലോ ഡൗൺ ചെയ്യും. കാരണം അവിടെ വർക്ക് ഡൺ നടന്നു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ വർക്ക് ഡൺ നടന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക, വർക്ക് ഡൺ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്ത് ചെയ്യും, ആ ടെമ്പറേച്ചർ കുറയും. കാരണം അവിടെ വർക്ക് കാണുന്നല്ലോ, ആ ടെമ്പറേച്ചർ എന്തായിട്ട് വർക്കായിട്ട് മാറിയിട്ടുണ്ട്. പിസ്റ്റൺ വഴി അത് വർക്ക് ഡൺ ആയിട്ട് മാറി. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഇതിനകത്ത് ഒരു വർക്കിംഗ് നടക്കുന്നത്. And during this process, the temperature which will slowly reduces to T4 and the volume which will change from V2 to V1. Okay, V2 നിന്ന് V1 ടെമ്പറേച്ചർ വോളിയം അവിടെ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഈ ഒരു സ്ട്രോക്ക് നമ്മൾ പവർ സ്ട്രോക്ക് എന്ന് പറയും. എന്തുകൊണ്ടാണ് പവർ സ്ട്രോക്ക് എന്ന് പറയാൻ കാരണം ഈ ഒരു സ്ട്രോക്കിൽ നമുക്ക് ഔട്ട്പുട്ട് പവർ അല്ലെങ്കിൽ വർക്ക് ഒക്കെ നമുക്ക് കിട്ടും. അതുകൊണ്ട് എന്ത് പറയും, വിച്ച് ഇസ് കോൾഡ് പവർ സ്ട്രോക്ക് എന്ന് പറയും. ഓക്കെ, ഇനി ഇതിപ്പോ നമുക്ക് 3 കണ്ടീഷനായി. അപ്പോൾ ഒന്നാമത്തെ സ്ട്രോക്കായി, രണ്ടാമത്തെ സ്ട്രോക്കായി, മൂന്നാമത്തെ സ്ട്രോക്ക്. അപ്പോൾ മൂന്നാമത്തെ സ്ട്രോക്ക് ആയ സമയത്ത് നമുക്കിവിടെ വർക്ക് ഡൺ നടന്നു. നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ആവശ്യമുള്ള വർക്കും കിട്ടും. അപ്പോൾ ഇനി എന്തിനാണ് നാലാമത്തെ സ്ട്രോക്ക്, ഈ നാലാമത്തെ സ്ട്രോക്കിനെ പറയുന്ന പേരാണ് ദാറ്റ് ഈസ് കോൾഡ് എസ് ഹോസ്റ്റ് സ്ട്രോക്ക് എന്ന് പറയും. ഓക്കെ, എസ് ഹോസ്റ്റ് സ്ട്രോക്ക്. അപ്പോൾ ഈ ഒരു നാലാമത്തെ സ്ട്രോക്കിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നമ്മുടെ ആ ഒരു എയർ പെട്രോൾ മിക്സ്ചർ എന്ത് ചെയ്തു, ബേൺ ചെയ്തു. അപ്പോൾ എയർ മിക്സ്ചർ ബേൺ ചെയ്തു. അപ്പോൾ ഈ ഒരു മിക്സ്ചർ ബേൺ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് എന്ത് ചെയ്യാം, അതിനകത്ത് ഇതിന്റെ റെസിഡ്യൂസ് ഫോം ചെയ്യാം, അല്ലെങ്കിൽ ഗ്യാസസ് ഫോം ചെയ്യാം. ഓക്കെ, ബേൺ ചെയ്ത് അൺബേൺഡ് ഗ്യാസസും അതുപോലെ തന്നെ ബേസ്റ്റും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് ഫോം ചെയ്യുന്നുണ്ട്. പുക, ഓക്കെ, നമ്മൾ സാധാരണ സൈലൻസിൽ കൂടി പുറത്തു വരുന്ന പുകയാണല്ലോ വെഹിക്കിൾസിന്റെ ഒക്കെ. അപ്പോൾ അതുപോലത്തെ സ്മോക്ക് എന്ത് ചെയ്യും, അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അടുത്ത ഒരു ജോലി എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യണം, ഇതിനകത്തുള്ള ഈ വേസ്റ്റ് മെറ്റീരിയൽസിനെല്ലാം പുറത്തോട്ട് കളയണം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഇവിടുത്തെ ഔട്ട്ലെറ്റ് വാൽവ് അല്ലെങ്കിൽ എക്സ്ഹോസ്റ്റ് വാൽവ് എന്ന് പറയും. ഈ ഒരു വാൽവ് എന്ത് ചെയ്യും, നമ്മൾ ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്ത് പതിയെ എന്ത് ചെയ്യും, ഈ പിസ്റ്റൺ ഇങ്ങനെ മുകളിലോട്ട് റൈസ് ചെയ്ത് കൊടുക്കും. ഈ പിസ്റ്റൺ ഇങ്ങനെ മുകളിലോട്ട് പോകുന്നതനുസരിച്ച് ഇതിനകത്തുള്ള ഗ്യാസ് മോളിക്യൂൾസ് എല്ലാം എന്ത് ചെയ്യും, പുറത്തോട്ട് ഇങ്ങനെ എസ്കേപ്പ് ചെയ്ത് പോകും. കണ്ടോ, അൺബേൺഡ് ഗ്യാസ് മോളിക്യൂൾസും ബാക്കി അൺബേൺഡ് ആയിട്ടുള്ളതും ബേൺ ചെയ്തതിന്റെ ബാക്കിയെല്ലാം എന്ത് ചെയ്യും, ഇതുവഴി ഒന്ന് പുറത്തു പോകും. അപ്പോൾ ഈ ഒരു സ്ട്രോക്കിനെ പറയുന്ന പേരാണ് എസ് ഹോസ്റ്റ് സ്ട്രോക്ക് എന്ന് പറയും. അപ്പോൾ ഇത്രയും കൂടി ആവുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ശരിക്കും ഒരു സൈക്കിള് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യും, ഇവിടെ പിസ്റ്റൺ ഇവിടെ എത്തി, ഈ ഒരു ടോപ്പിലെത്തി. നേരെ എന്ത് ചെയ്യുന്നു, അടുത്ത പിസ്റ്റൺ പതുക്കെ താഴോട്ടാവുന്നു. താഴോട്ടാകുമ്പോൾ ഇൻലെറ്റ് വാൽവ് എന്ത് ചെയ്യുന്നു, ഓപ്പൺ ആവുന്നു. അവിടുന്ന് വീണ്ടും പെട്രോളും എയറും മിക്സർ കയറി എന്നിട്ട് ഒരു കംപ്രഷൻ സ്റ്റേറ്റിലോട്ട് പോകുന്നു. ദെൻ അവിടെ നമ്മൾ സ്പാർക്ക് പ്ലഗ് കൊടുക്കുന്നു, ബേണിംഗ് നടക്കുന്നു. പെട്ടെന്ന് തന്നെ പിസ്റ്റൺ താഴോട്ടാവുന്നു. വീണ്ടും എന്ത് ചെയ്യും, ഈ പ്രോസസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോസസ്സ് അത് പെട്ടെന്ന് എന്ത് ചെയ്യും, T4 ന്ന് T1 ടെമ്പറേച്ചർ കുറയും. കാരണം എല്ലാം പുറത്തോട്ട് പോയി നോർമൽ സ്റ്റേറ്റിലോട്ട് എത്തി. അപ്പോൾ അതിന് നമ്മൾ ഒരു റേഡിയേറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പെട്ടെന്ന് എന്ത് ചെയ്യണം, മെഷീൻ കംപ്ലീറ്റ് നമുക്ക് കൂൾ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ വാട്ടർ സപ്ലൈ ചെയ്യാറുണ്ട്.
അപ്പോൾ ഇതാണ് ഒരു പെട്രോൾ എഞ്ചിൻ അല്ലെങ്കിൽ ഓട്ടോ സൈക്കിളിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത്രയും അറിഞ്ഞിരുന്ന നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പെട്രോൾ എഞ്ചിനെ കുറിച്ചോ ഓട്ടോ സൈക്കിൾ, കാരണം ഓട്ടോ സൈക്കിൾ 4 സൈക്കിൾസ് വരുന്നുണ്ട്. ഓക്കെ, 4 ഡിഫറെന്റ് സ്ട്രോക്ക് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് എന്ത് പറയും? ഇറ്റ് ഈസ് കോൾഡ് 4 സ്ട്രോക്ക് എഞ്ചിൻ. അപ്പോൾ ഇത്തരം എഞ്ചിൻസിനെ നമ്മൾ എന്ത് പറയുന്നു? 4 സ്ട്രോക്ക് എഞ്ചിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതില് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ ഒക്കെ നമുക്ക് ഡെറൈവ് ചെയ്യാറുണ്ട്. തെർമൽ എഫിഷ്യൻസി ഉണ്ട്, അതുപോലെ തന്നെ എക്സ്പ്രഷൻസ് ഫോർ ദ എഫിഷ്യൻസി. അപ്പോൾ നമുക്ക് എഫിഷ്യൻസി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.